വസന്ത്, ഇവിടെ നമ്മൾ ഇന്നലെ സഭയിൽ കണ്ടതാണ്. പോറ്റിയെ കയറ്റിയത് ആരപ്പ, സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് നിങ്ങൾ പാടിയപ്പോൾ സ്വർണം കെട്ടവൻ ആരപ്പ, അത് കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പറയുന്നത് കേട്ടു. സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്ന് വി ശിവൻകുട്ടി പറയുന്നത് കേട്ടു. അടൂർ പ്രകാശിന്റെ പേരിൽ കൂടുതൽ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. ശരിയാണ്, ഈ സ്വർണ്ണക്കൊള്ളയിൽ നേർക്കുനേർ ബാധിക്കുന്ന ഏതെങ്കിലും തെളിവില്ല എന്ന് പറയുമ്പോൾ പോലും നിങ്ങളെയും രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളങ്ങ് രക്ഷപ്പെട്ട് നിൽക്കുകയാണ് എന്ന് വിചാരിക്കല്ലേ വസന്ത്? അല്ല, ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതിൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള 4 പേരാണുള്ളത്. ആ 4 പേരിൽ 2 പേർ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പർമാരാണ്. ഒരാൾ LC മെമ്പറാണെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റാണ്. മറ്റൊരാൾ സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഞങ്ങളുടെ ആരും ഇതുവരെ ഒരു ചോദ്യം ചെയ്യലിന് പോലും വിധേയരാക്കപ്പെട്ടിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നാണ് നിലപാട്. ഇനി മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇടതു പ്രതിനിധി സഖാവ് VPP, അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ മോദി പറഞ്ഞ MMC-യിൽ ഒരു M ഞങ്ങൾക്ക് പറ്റില്ല, അത് സ്മോൾ ലെറ്റർ M ആണെങ്കിൽ പറ്റില്ല, ക്യാപിറ്റൽ M മോദി പറഞ്ഞ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. അതിൽ എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. ഇപ്പം ഹാഷ്മി അതിൻ്റെ ഇടയ്ക്ക് കയറി അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അതിൽ വലിയ അതിശയമൊന്നും വേണ്ട ഹാഷ്മി. ഒരു മുന്നണിയാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. എല്ലാ പാർട്ടികളും, ആ മുന്നണിയിലെ 2 പാർട്ടികളും ഒരേ അർത്ഥത്തിൽ എല്ലാത്തിനെയും പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കില്ലല്ലോ. അതിൽ ചില കാര്യങ്ങളിൽ അവർ ഒന്നിച്ചു പോകും, ചില കാര്യങ്ങളിൽ വിഭിന്നമായ അഭിപ്രായം ഉണ്ടാകും. അങ്ങനെയാണല്ലോ ഒരു മുന്നണി സംവിധാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവരുടെ ഈ CJP എന്ന് പറയുന്ന മുന്നണി ഉണ്ടല്ലോ, ആ മുന്നണിയിൽ CPM മോദി പറഞ്ഞ ഒരു M-നെ എടുക്കുകയാണ്. അവരുടെ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞ 2 M-ൽ ഒരു M ഞങ്ങൾക്ക് ഓക്കെ, മറ്റേ M പറ്റില്ല. അങ്ങനെ പൊതു മിനിമം പരിപാടിയിലാണ് ഇവർ മുമ്പോട്ട് പോകുക. എല്ലാ മുന്നണിയും അങ്ങനെയാണ്. അപ്പോൾ നമ്മളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി BJPയുടെ പ്രതിനിധിക്ക് വളരെ പ്രധാനപ്പെട്ട ഉത്തരം പറയാനുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് ഒരു മതരാഷ്ട്രവാദ സംഘടനയാണ്, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളവർ. അങ്ങനെയുള്ളവരുടെ കൂടെ നിങ്ങൾക്ക് കൂട്ടുകൂടാൻ നാണമില്ലേ കോൺഗ്രസ് എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ഉത്തരം അങ്ങ് പറഞ്ഞു. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പറയാം. ഡിസംബർ മാസം 24-ാം തീയതിയാണ് കാശ്മീരിൽ പോയി അമിത്ഷാ പ്രസംഗിക്കുന്നത്. ഇതാ ഇവിടെ ഈ PDP അധികാരത്തിൽ വന്നാൽ ടെററിസ്റ്റുകൾ രാജ്യം ആക്രമിക്കുമെന്നും കാശ്മീർ അങ്ങനെ പാകിസ്ഥാന്റെ ഭാഗമാകുമെന്നും. ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് ഇതേ അമിത്ഷാ അതേ കാശ്മീരിൽ പോയി PDP-യുമായി സഖ്യമുണ്ടാക്കി കാശ്മീരി ആപ്പിൾ പറിച്ചു തിന്ന് ഈ പറയുന്ന അവിടുത്തെ ഇവരുടെ സഖ്യ സർക്കാരിന്റെ മധുവിധു രാവുകൾ കൊണ്ടാടുന്നത്. 2 മാസത്തിനുള്ളിൽ തീവ്രവാദി എന്ന് വിളിച്ച് അതേ PDP-യുടെ കൂടെ ഇരുന്ന് കാശ്മീരി ചായയും കുടിച്ച് ആപ്പിളും പറിച്ച് നിന്ന് സഖ്യമുണ്ടാക്കിയവരാണ് നിങ്ങൾ. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ മാവോയിസ്റ്റുകൾക്കെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ്. ഞാൻ മറ്റൊരു സംസ്ഥാനത്തെ നിങ്ങളുടെ മുന്നണിയെ പറ്റി പറയാം. അങ്ങേക്ക് അറിയാമല്ലോ, മേഘാലയയിൽ കൊർണാട് സാങ്മയെ പറ്റി എന്തായിരുന്നു അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റ് ഇലക്ഷന് മുമ്പ്? അതായത് മാവോയിസ്റ്റ് ഫണ്ടഡ് സാഗ്മ എന്നാണ് അവിടെ പോയി വിളിച്ചത്. ഇന്ത്യ ടുഡേ അടക്കം റിപ്പോർട്ടുണ്ട്, ഞാൻ അയച്ചുതരാം. അങ്ങനെ മാവോയിസ്റ്റ് ഫണ്ടഡ് സാഗ്മ ഗവൺമെന്റ് എന്ന് വിളിക്കുകയും ഇതാ BJP ഇവിടെ അധികാരത്തിൽ വന്നാൽ, ഇന്ന് പറഞ്ഞ കണക്കിന് BJP ഇവിടെ അധികാരത്തിൽ വന്നാൽ സാഗ്മയെ നിങ്ങൾക്ക് തീഹാറിൽ പോയി കാണേണ്ടി വരും എന്ന് അമിത്ഷാ പ്രസംഗിച്ചു. ഇലക്ഷൻ കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, ഇതേ അമിത്ഷാ അവിടെ പറന്നിറങ്ങി സാഗ്മയുമായി സൗഹൃദം പങ്കിട്ടു, ഒരുമിച്ച് സർക്കാർ ഉണ്ടാക്കി മേഘാലയയിൽ. ഇനി മൂന്നാമത്, നിങ്ങൾ വലിയ അഴിമതി വിരുദ്ധരാണല്ലോ അല്ലേ? അഴിമതി വിരുദ്ധതയുടെ ഭാഗമായി നിങ്ങൾ ആസാമിൽ ഗവൺമെന്റ് ഉണ്ടാക്കി. അവിടെ ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി? ഹിമന്ത് ബിശ്വ ശർമ്മ. അയാൾക്കെതിരെ ശാരദ ചിറ്റ് ഫണ്ട് കേസ്, ലൂയിസ് ബർജർ ബ്രൈവറി കേസ്, ED 6 കേസെടുത്തു. ED 6 കേസെടുക്കുന്ന സമയത്ത് ഈ പറയുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസ്സുകാരനായിരുന്നു. എന്നാൽ അയാൾ BJP-യിലേക്ക് വന്നു. നിങ്ങളുടെ ആസാമിലെ മുഖ്യമന്ത്രിയായി. ഈ 6 കേസും നിങ്ങൾ വൈറ്റ് വാഷ് അടിച്ചു. ബർജർ പെയിന്റിന്റെ കേസായതുകൊണ്ടായിരിക്കും അവിടെ നിന്ന് കിട്ടിയ നല്ല A ക്ലാസ് മറ്റേ 12 വർഷം 20 വർഷം ഗ്യാരണ്ടിയുള്ള വൈറ്റ് വാഷ് അടിച്ചു നിങ്ങളുടെ ED. അതായത് അഴിമതിക്കെതിരായി നിങ്ങൾ പോയി സംസാരിച്ചെടുത്ത് അവിടെ അവരുമായി സഖ്യമുണ്ടാക്കാൻ പറ്റിയപ്പോൾ നിങ്ങൾ സഖ്യമുണ്ടാക്കി. തീവ്രവാദത്തിനെതിരെ നിങ്ങൾ സംസാരിച്ചെടുത്ത് അവിടെ അവരുമായി സഖ്യമുണ്ടാക്കി. അധികാരം നുണയാൻ പറ്റുമെന്ന് കണ്ടപ്പോൾ അവിടെ നിങ്ങൾ സഖ്യമുണ്ടാക്കി. ഇതൊക്കെ അധികാരമല്ലേ ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയ പാർട്ടികളുടെ ഇത്തരം പ്രതികരണങ്ങൾ അധികാരത്തിന് മുന്നിൽ മുട്ടുമടക്കാത്ത ഏത് കാലം, ഏത് പാർട്ടി, ഏത് കാലം ഉണ്ടായിട്ടുണ്ടെന്നേ. അതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കെതിരെ BJP ബുക്ക്ലെറ്റ് അടിച്ചിറക്കിയെന്ന് ഹിമന്തയുടെ അഴിമതികൾ എന്ന് പറഞ്ഞ ഇലക്ഷന് മുമ്പ്. അതൊക്കെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.